ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 12ാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല ഫ്ലേക്കി ആയിട്ടുള്ള അടിപൊളി പിസ്സ പിൻവീലിൻ്റെ റെസിപ്പിയാണ്. സോ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ പഫ് പേസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ല, നമ്മൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പിസ്സയുടെ ഡോ അല്ല നമ്മുടെ നാനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഡോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സോ നമ്മളിതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ അത് പോയിട്ട് കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ 4 ചെറിയ ഷീറ്റ്സ് ഒന്നിച്ച് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിംഗ് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് പിസ്സ സോസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണോ മറ്റോ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം, ഈ ഒരു എല്ലാ സ്ഥലത്തും എത്തുന്നത് വരെ. ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് മൊസറല്ല ചീസാണ്. ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ പിസ്സയ്ക്ക് എന്തായാലും ചീസ് വേണം അല്ലേ. അപ്പോൾ നെക്സ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് കാപ്സിക്കം ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും അല്ലെങ്കിൽ ഈ ഒരു പിസ്സ ടോപ്പിംഗ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ ചെറിയ പീസായിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ നോർമൽ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റായിട്ട് ഞാൻ ചേർക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അത് വളരെ നേരിയ നൂല് പോലെ പിച്ചിയെടുക്കുക. ഓക്കെ, വളരെ തിന്നായിട്ടുള്ള പീസസ് മാത്രം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിക്കന് പകരം നമുക്ക് മഷ്റൂമോ അല്ലെങ്കിൽ വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് വെക്കാം. നെക്സ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെഡാർ ചീസാണ്. അതും ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നോർമലി നമ്മൾ പിസ്സയുടെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന മൊസറല്ലയും ചെഡാറും കൂടി മിക്സ് ചെയ്തതാണ്. സോ ആ 2 ചീസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായി നിന്ന് ആ ഒരു ഷേപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഇവിടെ ചെഡാറും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിനെ റോൾ ചെയ്തെടുക്കാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഏകദേശം 1 ഇഞ്ചോളമുള്ള ഭാഗം നമ്മൾ കാലിയായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ നമ്മൾ അലുമിനിയം ഫോയിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം അത് പുറത്തോട്ടേക്ക് എടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. സോ നെക്സ്റ്റ് വീണ്ടും അതുപോലെ ഒന്നും കൂടെ റോൾ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ടോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊരു അലുമിനിയം ഫോയിലും വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റോൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അലുമിനിയം ഫോയിൽ വെച്ച് റോൾ ചെയ്യുക. അതിനുശേഷം ഫോയിൽ പുറകോട്ട് വലിക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ അവസാനം വരുന്ന ഭാഗം നന്നായിട്ട് ഒന്ന് പിൻ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സെയിം അലുമിനിയം ഫോയിലിൽ തന്നെ നമുക്കിതിനൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ മിഠായിക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഏകദേശം 1 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം ഇതൊരു കേടും പറ്റാതെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓരോ സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഒത്തിരി തിന്നായിട്ടുള്ള സ്ലൈസ് ആക്കാതെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വീലിൻ്റെ സ്ട്രക്ചർ മാറാനും അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത്യാവശ്യം തടിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അലുമിനിയം ഫോയിൽ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ ഫോയിലിൻ്റെ പൊടികളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ഷീറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെയെല്ലാം നമ്മൾക്ക് കവർ ചെയ്തത് മാറ്റാം. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ പിസ്സയ്ക്ക് എപ്പോഴും നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്ന ഒറിഗാനോ ആണ്. സോ ഒറിഗാനോ എല്ലാത്തിനും മുകളിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവണിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പിസ്സ പിൻവീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.